അല്ല ശ്രീ ഗോപികൃഷ്ണൻ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ PM ശ്രീ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമന്ത്രിയുടെ പേര് വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ അത് കിട്ടണം. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കാണുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മാഹിയിൽ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് ഉസ്മാൻ സ്കൂള് അവർ പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഞങ്ങൾ വെച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ദാസന്മാഷ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാര്യം കാണും. സാധാരണ ഇതിൽ 3-4 ലക്ഷം രൂപ വരുന്നിടത്ത് ഞങ്ങൾക്ക് ഈ ഒരു വർഷം മാത്രം 45 ലക്ഷം രൂപ 50 ലക്ഷം രൂപ അടുപ്പിച്ചു വന്നു. കണ്ടാ കേട്ടാ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഇതൊന്നും മാൻഡേറ്ററി ആയിട്ട് അടിച്ചേൽപ്പിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പോരാട്ടം പ്രധാനമന്ത്രിയുടെ പേര് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവര് സമ്മതിക്കുകയാണോ? എല്ലാ കാലഘട്ടത്തിലും പ്രധാനമന്ത്രി BJP-കാരൻ തന്നെ ആയിരിക്കും. എനിക്കതാണ് മനസ്സിലാകാത്തത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലേ? അമേരിക്കൻ പ്രസിഡന്റിന്റെ പടമൊന്നുമല്ലല്ലോ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശത്രുക്കളൊന്നും അല്ലല്ലോ. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഇപ്പൊ ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന BJP-ആണ്. അവിടെ ഒരു സ്കീമുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പടം വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നയ്ക്കൽ പഞ്ചായത്തിന് മുഖ്യമന്ത്രിയുടെ പടം വെക്കാൻ പറഞ്ഞ് തോന്നയ്ക്കൽ പഞ്ചായത്തിലെ ജനങ്ങളെ അപമാനിക്കുകയാണ് എന്ന് പറയുന്നതിനകത്ത് എന്ത് അടിസ്ഥാനമാണ് ഇരിക്കുന്നതെന്നേ? പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? ബോധം ഇല്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാ ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ ബോധക്കേടുള്ളവരുടെ ലക്ഷണം. നമ്മുടെ നാട് ഭരിക്കുന്നത് ഇപ്പൊ CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, ആ നാട് ഭരിക്കുന്ന ഭരണാധികാരികളുടെ പടം ഇപ്പൊ സർക്കാർ ആശുപത്രികളിലുണ്ടാവും, സർക്കാർ സ്കൂളുകളിലുണ്ടാവും. ഇതിനെന്തിനാണ് ഇതൊരു മത്സരമായിട്ട് ഒരു വൈര്യ നിരാധന ബുദ്ധിയോടുകൂടി ഇത്തരം വിഷയങ്ങളെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു തരം ചിത്തഭ്രമമാണ്, ഒരു തരം ഭ്രാന്ത്. അപ്പൊ ഞാൻ തിരുവനന്തപുരത്തിരുന്ന് സംസാരിക്കുന്ന ആളാണ്. ശ്രീ AR റഹീമിന്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള എന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ എന്റെ അടുത്ത് വന്നിട്ട് KVയിൽ ഒരു അഡ്മിഷൻ എങ്ങനെയെങ്കിലും റെഡിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് വന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊന്ന് ഒറ്റ പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ PM ശ്രീ പദ്ധതി കൃത്യമായിട്ട് നടപ്പിലായി കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ ചോദിച്ചിട്ട് ആൾക്കാർ പോകുന്നത് പോലെ തന്നെ PM ശ്രീ സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ട് അഡ്മിഷൻ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ കുത്തൊഴുക്കുണ്ടാകും. നിങ്ങൾ എഴുതി വെച്ചോളൂ. ആ തരത്തിലേക്ക് വലിയ മാറ്റം ഉണ്ടാവും. കാരണം അത്രയധികം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടാവും. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? 14,500 സ്കൂളുകൾ ആദ്യത്തെ ഘട്ടത്തിൽ ഈ PM ശ്രീ ആയിട്ട് മാറുമ്പോൾ ആ 14,500 സ്കൂളുകൾ ഏറ്റവും മികച്ചതായി മാറുക എന്ന് പറയുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒരു വാശിയായിട്ട് മാറുകയാണ് അവിടെ. അത് ഞാൻ കാണിച്ചു തരാം. അല്ലാതെ ഞാൻ കാണിച്ചു തരാം. ഇനിയെങ്കിലും ഈ ഗതി കിട്ടാത്ത പണി ഒന്ന് നിർത്തണോ മാപ്പിളെ?